ബാക്ക്. ഒത്തിരി നാളായല്ലേ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്. സമയമില്ല കേട്ടോ. ഡ്യൂട്ടീൻ്റെ ഇടയ്ക്ക് എനിക്ക് എല്ലാ ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് പറ്റുന്നില്ല. പക്ഷെ നമ്മൾ മിക്ക ആൾക്കാരാണെങ്കിലും വീഡിയോ എത്ര നേരമാണെങ്കിലും കിടന്ന് സ്ക്രോൾ ചെയ്ത് കണ്ടോളും, ഒരു പരാതിയും ഒരു പരിഭവവും ഇല്ല. പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് എന്തിനെങ്കിലുമൊക്കെ ഒരു കാര്യത്തിന് സമയം ചിലവാക്കുക എന്ന് പറയുമ്പോൾ ഒട്ടും സമയമില്ലാന്ന് പറയാനേ നമുക്ക് നേരമുള്ളൂ. പക്ഷേ ഇതാ ഞാൻ സ്കിന്നിൻ്റെ കാര്യത്തിലാണെങ്കിലും ഹെയറിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെയല്ല. എന്തേലൊക്കെ ചെയ്തിട്ടാണെങ്കിലും ഞാൻ 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ ഞാൻ ഇതിന് വേണ്ടി കണ്ടെത്തും കേട്ടോ. അങ്ങനെ തന്നെ ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്ന സ്കിൻ കെയർ ഉണ്ടല്ലോ, ഇതുപോലെ തന്നെ നമുക്ക് റൊട്ടീൻലി നമ്മൾ സ്കിൻ കെയർ ചെയ്ത് വരുമ്പോൾ എപ്പോഴെങ്കിലും ഒരു ഗ്യാപ്പ് വരുമല്ലോ, എന്തെങ്കിലുമൊക്കെ ഒരു ബിസി കാരണം. അപ്പം നമ്മൾ പാർലറിലൊക്കെ പോയിട്ടൊന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കുന്ന ഒരു എഫക്റ്റ് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ. ആദ്യം എന്ന് വെച്ചാൽ നമ്മൾ കോക്കനട്ട് ഓയിൽ എടുക്കാം. കോക്കനട്ട് ഓയിലാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി നിങ്ങൾ ഏതെങ്കിലും ഫേസിൽ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല. 1-2 ഡ്രോപ്പ് എടുത്തിട്ട് ഫേസ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഓയിൽ വെച്ച് മസാജ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫേസിനകത്ത് ചെറിയൊരു ചൂട് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. മാത്രമല്ല ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടുകയും ചെയ്യും. വലിയ പോസിനകത്ത് അടഞ്ഞിരിക്കുന്ന അഴുക്കും ഡസ്റ്റും ഒക്കെ ക്ലീൻ ആവുകയും ചെയ്യും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. നല്ലൊരു ഹെയർ റിമൂവർ എടുത്തിട്ട് ഫേസിലെ ഹെയർ ഒക്കെ റിമൂവ് ചെയ്ത് കളയും. ഇത് മന്ത്ലി മാത്രം ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു സംഭവമാണ് കേട്ടോ. മാത്രമല്ല നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബ്രേക്ക് ഔട്ട്സോ പിമ്പിൾസോ വല്ലതും ഉണ്ടെങ്കിൽ അതിൻ്റെ മേലിൽ പോയി ഇറിറ്റേറ്റ് ഒരിക്കലും ചെയ്യരുത്. പിന്നെ വീഡിയോ കാണുമ്പോൾ എപ്പോഴും ഓർക്കുക, നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ സ്പീഡൊക്കെ കൂട്ടും എന്ന് വെച്ചിട്ട് ഈ സ്പീഡിൽ തന്നെ ചെയ്യരുത്. നല്ല സ്മൂത്തായിട്ട് ചെയ്യേണ്ട സംഭവങ്ങളാണ് കേട്ടോ. മസാജും അതുപോലെ തന്നെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, പക്ഷെ അറിയാത്തവർക്ക് കേട്ടോ ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നത്. അത് കഴിഞ്ഞ് സ്റ്റെപ്പ് 3 എന്ന് പറയുന്നുണ്ടല്ലോ, നമുക്ക് ആ ഒരു മസാജും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഐസ് ക്യൂബിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അല്ലെങ്കിൽ തണുത്ത വെള്ളം എടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇത് എന്തെങ്കിലും ഒരു വൈപ്സോ അതുപോലെ എന്തെങ്കിലും തുണിയോ കോട്ടൻ്റെ തുണിയോ ഒക്കെ എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് വൈപ്പ് ഔട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ യൂസ് ചെയ്ത ഓയിൽ ഒത്തിരി സമയം ഫേസിൽ വെക്കുന്നത് നല്ലതല്ല. ചില ആൾക്കാർക്ക് അത് പിമ്പിൾസ് ഉണ്ടാക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് റിമൂവ് ചെയ്യണം. അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് ഫേസിൽ നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുത്താലും മതി. പിന്നെ നമ്മുടെ മെയിൻ സ്റ്റെപ്പിലോട്ട് കിടക്കാം. ഞാൻ ഈ വീഡിയോയുടെ ആദ്യം തന്നെ കാണിച്ചായിരുന്നു. കുറച്ച് മസൂർ ദാൽ ഞാൻ തലേദിവസം ഡ്യൂട്ടിക്ക് പോകുമ്പോൾ തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എൻ്റെ സ്റ്റാർച്ചൊക്കെ കളഞ്ഞിട്ട് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് പോയത്. പിറ്റേ ദിവസം വന്നിട്ട് നന്നായിട്ട് കുതിർന്ന മസൂർ ദാൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് അടിപൊളി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെ ഗുണങ്ങളും ഗൂഗിൾ ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. ഞാനൊന്നും സ്പെഷ്യലായിട്ട് എടുത്ത് പറയുന്നില്ല. 2 ടീസ്പൂൺ മുൽത്താണി മിട്ടിയും അതുപോലെ തന്നെ കുറച്ച് ഹണിയും കുറച്ച് അലോവേര ജെല്ലും കൂടിയാണ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ മാമാഎർത്തിൻ്റെ അലോവേര ജെല്ലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നാച്ചുറൽ എടുത്താലും അടിപൊളി തന്നെയാണ്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ബ്രഷോ സ്പൂണോ ഉപയോഗിച്ച് നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കൈകൊണ്ട് തേച്ചാലും ഒരു കുഴപ്പമില്ല. ഞാൻ പിന്നെ ഇങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്ത്, ഒട്ടും പ്രൊഡക്റ്റ് വേസ്റ്റ് ആവാതെ കിട്ടും ഇങ്ങനെ ഒരു ബ്രഷ് യൂസ് ചെയ്താൽ. അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. കുറച്ച് കട്ടിക്ക് തന്നെ വേണം കേട്ടോ ഫേസിൽ ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ടാണെങ്കിൽ. പിന്നെ മസൂർ ദാലിനകത്ത് ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട്. അയൺ, പൊട്ടാഷ്യം, വിറ്റമിൻ ബി, സി, ഇ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. പിന്നെന്താ ബ്രൈറ്റനിങ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി, ഓയിൽ കൺട്രോൾ, ആൻറ്റി ഏജിങ്, ഹൈഡ്രേഷൻ, ആൻറ്റി ട്രീറ്റ്മെൻറ്റ്, എക്സ്ഫോളിയേഷൻ, ഇങ്ങനെ എല്ലാ ഗുണങ്ങളും ഉണ്ട് കേട്ടോ. എപ്പോഴും വെയിലൊക്കെ കൊള്ളുന്ന ആൾക്കാരാണെങ്കിൽ നല്ല പിഗ്മെൻറ്റേഷൻ അവരുടെ ഫേസിലുണ്ടാവും. അങ്ങനെ ഹൈപ്പർ പിഗ്മെൻറ്റേഷനും ബ്ലെമിഷസും ഡാർക്ക് സ്പോട്ടൊക്കെ കുറയ്ക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെന്താ ചില ആൾക്കാരുടെ ഫേസിൽ ഭയങ്കരമായിട്ട് റെഡ്നെസ്സും സ്വെല്ലിങ്ങും ഒക്കെ കാണും. അങ്ങനെ അതും റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് നമ്മൾ മസൂർ ദാൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങളത് ഓയിലി സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട കേട്ടോ. അടിപൊളിയായിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് ഈ ഫേസ് പാക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മസൂർ ദാൽ അങ്ങനെ ഒരു കഴിവും കൂടി ഉണ്ട്. സ്കിന്നിനകത്തുള്ള ഓയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല ചില ആൾക്കാർക്ക് ഒരുപാട് പിമ്പിൾസ് ഇങ്ങനെ വന്ന് പഴുത്തിരിക്കുന്ന പോലത്തെ പിമ്പിൾസ് ഇങ്ങനെ വരും. അപ്പം ഈ മസൂർ ദാലിനത് ആൻറ്റി ബാക്ടീരിയൽ ആൻഡ് ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് അത് ഒത്തിരി ഇൻഫ്ലമേഷൻ ആവാതെ ഉള്ളൊരു ആൻറ്റി ട്രീറ്റ്മെൻറ്റ് ആയിട്ടും കൂടെ എടുക്കാൻ കേട്ടോ നമുക്ക് ഈ മസൂർ ദാലിൻ്റെ ഫേസ് പാക്ക്. അങ്ങനെ ഒരു 10-25 മിനിറ്റ് കഴിഞ്ഞാൽ നന്നായിട്ട് ഡ്രൈ ആയി തുടങ്ങുമ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ടോ അതുപോലെ തന്നെ വൈപ്പ് ഔട്ട് ചെയ്തിട്ടോ കളയുക. അത് കഴിഞ്ഞ് ഫേസ് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ഫേസ് പാക്ക് ഇട്ടാലും മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ബ്രാൻഡാണെങ്കിലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ എന്തായാലും ഇടല് നിർബന്ധമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതുപോലത്തെ ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ ഇട്ട ഉടനെ തന്നെ വെയിലത്ത് പോവാതിരിക്കുക. പോവുകയാണെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഇതുപോലെ തന്നെ കിച്ചണിനകത്ത് അവൈലബിൾ ആയ കുറേ സംഭവങ്ങൾ വെച്ചിട്ട് ഞാൻ എൻ്റെ സ്കിൻ കെയർ ചെയ്യാറ്. അതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമാവണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.